പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും നന്മകൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു മഹത് വ്യക്തി നമ്മളിൽ നിന്ന് നാട് നീങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ മരിച്ചിരിക്കുന്നു. സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ ജനനസമയം അല്ലെങ്കിൽ ജനനം 1952 ചെന്നൈയിലാണ് അദ്ദേഹം ജനിച്ചത്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് അദ്ദേഹം രാജ്യസഭാ മെമ്പറായി 2005 മുതൽ 2017 വരെ രാജ്യസഭാ മെമ്പറായിട്ട് അദ്ദേഹം രാജ്യത്തെ സേവിച്ചിട്ടുണ്ട്. കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാർ. ഒരുപക്ഷെ നമുക്ക് കരാട്ടിനോടൊക്കെ ബന്ധപ്പെടുത്തി അദ്ദേഹത്തെ ചിന്തിച്ചാൽ കമ്മ്യൂണിസത്തോട് ചേർന്ന് നിൽക്കുകയും ഇവരിരുവരും തമ്മിലുള്ള ഒരു മിശ്രിതമുണ്ട്, ഒരു കോമ്പിനേഷനുണ്ട്. അത് അത്യാവശ്യം മൂലധനം വായിച്ചിട്ടുള്ളവർക്ക് മറക്കാൻ സാധിക്കാത്ത എംഗിൾസിൻ്റെയും മാക്സിൻ്റെയും കോമ്പിനേഷൻ പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രമാത്രം നല്ല ഒരു വ്യക്തിത്വമായിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ ഭാര്യ സീമ ചെസ്റ്റി. അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. ഒരാൾ കോവിഡ് കാലഘട്ടത്തിൽ മരിച്ചു, ആശിഷ് യെച്ചൂരിയും. അത് കോവിഡ് കാലഘട്ടത്തിൽ 2001 കാലഘട്ടത്തിലാണെന്ന് അദ്ദേഹം മരിച്ചത്. അഖില യെച്ചൂരി മകൾ, അത് ഇപ്പോഴും ഈശ്വരാനുഗ്രഹത്താൽ, ഈശ്വര വിശ്വസിക്കാത്തവരാണവരെങ്കിൽ ഞാൻ ഈശ്വരാനുഗ്രഹത്താൽ ജീവിച്ചിരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2015 മുതൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ CPIMൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം സേവനം ചെയ്യുന്നു. ഇതുവരെയും 18-22 കാലഘട്ടത്തിൽ അദ്ദേഹത്തെ റീഇലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരിക്കും അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധൻ ആയിരുന്നു. സാമ്പത്തിക ജ്ഞാനത്തിൽ ഒരുപാട് പരിജ്ഞാനം. ഒരുപക്ഷെ എനിക്ക് നമ്മുടെ മൻമോഹൻ സിംഗിനോട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ കൂടിയും ഞാൻ പറയാണ്, അദ്ദേഹത്തിൻ്റെ PhD ഡോക്ടറേറ്റ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചത് ഇൻ എക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രത്തിലായിരുന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1975 കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം, അന്ന് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നു, അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്തപ്പോൾ ഡൽഹി JNUവിൽ പഠിച്ച അദ്ദേഹത്തിൻ്റെ PhD കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നത് ഇന്നും വേദനാജനകമായ ഒരു അനുഭവമായി ലോകത്തോട് നമ്മളൊക്കെ പങ്കുവയ്ക്കുകയാണ്. എല്ലാ തലങ്ങളിലും അദ്ദേഹം ഒരു മാതൃകയായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്തതുകൊണ്ടാണ് ബെസ്റ്റ് പാർലമെൻറ്റേറിയൻ ഇൻ രാജ്യസഭ എന്നുള്ളത് 2017 അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇതൊക്കെ നാടിൻ്റെ ഒരഭിമാനം തന്നെയാണ്. അഭിമാനത്തോട് നമുക്ക് എടുത്തു പറയാം, സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, ആനി രാജ എന്നൊക്കെ എടുത്തു പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാൻ സാധിക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ. ഇദ്ദേഹത്തിൻ്റെ ദ വയർ എന്ന് പറയപ്പെടുന്ന ഒരു മാഗസിനല്ല, ഒരു വെബ്സൈറ്റിൻ്റെ എഡിറ്ററാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ന്യൂസ് ഒപ്പീനിയൻ വെബ്സൈറ്റ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ എഡിറ്ററാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇനി മറ്റൊരു പ്രത്യേകത, അദ്ദേഹം 9 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സീതാറാം യെച്ചൂരി 9 പുസ്തകങ്ങൾ എന്നൊക്കെ പറയാൻ നമ്മൾ വെറുതെ ചിന്തിച്ച് വെറുതെ കളയുകയല്ല. ഒരു പുസ്തകം എഴുതിയിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മരണാനന്തരവും ജീവിക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ എന്തുകൊണ്ടാണ് മാക്സിൻ്റെ മരണത്തിന് അടക്കത്തിന് 11 വരെ ഉള്ളായിരുന്നു, പക്ഷേ ഇന്നും മാക്സ് സജീവമായി ജീവിക്കുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദാസ് ക്യാപിറ്റലിലൂടെയാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെയാണ്. മൂലധനം എഴുതുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അമ്മ പറഞ്ഞൊരു മനോഹരമായൊരു വാക്കുണ്ട്, ഇവൻ ഈ മൂലധനം എഴുതുന്ന സമയം കൊണ്ട് അല്പം മൂലധനം ഉണ്ടാക്കിയായിരുന്നെങ്കിൽ മക്കൾ പട്ടിണി കിടന്ന് മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം യെച്ചൂരിയുടെ മകൻ്റെ മരണം കണ്ട ഒരാളാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ദ ബുക്ക് റിട്ടൺ ബൈ ഹിം, അത് എഴുതിയേക്കുന്ന പുസ്തകങ്ങളൊക്കെ വാട്ട് ഈസ് ഹിന്ദു രാഷ്ട്ര, ഒരു പുസ്തകത്തിൻ്റെ പേരതാണ്. സ്യൂഡോ ഹിന്ദുയിസം എക്സ്പോസസ് സഫർ ബെഗേഡ് മിത്സ് ആൻഡ് റിയാലിറ്റി. അത് എൻ്റെ ശരിക്കുള്ള വാക്ക് കറക്റ്റാണെന്ന് എനിക്കറിയണം, എങ്കിലും അങ്ങനെ പുസ്തകത്തിൽ അതിനുണ്ട്. ദെൻ കാസ്റ്റ് ക്ലാസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ടുഡേ, കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ടുഡേ. ദെൻ ഓയിൽ പൂൾ ഡെഫിസിറ്റ്, ഒബ്സസസ് പൂൾ ഡിസൈഡ്. അത് നല്ലൊരു ബുക്കാണ്, അത്യാവശ്യം ആർക്കെങ്കിലും വായിക്കാൻ സാധിക്കും, നിങ്ങളെടുത്ത് വായിക്കുന്നത് നല്ലതാണ്. സോഷ്യലിസം ഇൻ ചേഞ്ചിങ് വേൾഡ്, മോദി ഗവൺമെൻറ് ന്യൂ സെർച്ച് ഓഫ് communism, not communalism, communism. Then communalism versus secularism. Then
ഗിരിക്ക് സംതിങ് രാജ്നീതി. അപ്പോൾ ഇങ്ങനെ കുറേ പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ താത്വികമായി ചിന്തിക്കുന്ന കുറേ മനുഷ്യരുടെ വ്യക്തിപ്രാഭവം കൊണ്ട് ശക്തമാണ് കമ്മ്യൂണിസം. അത് ഇപ്പം ഞാൻ പറഞ്ഞ സീതാറാം യെച്ചൂരി ആകട്ടെ, അല്ലെങ്കിൽ കാരാട്ടാകട്ടെ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കേരളത്തിലായിരുന്നു ഇതിൻ്റെ ഏറ്റവും രൂഢമൂലമായ സാന്നിധ്യം. EMS പോലെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. ഇന്ന് കമ്മ്യൂണിസത്തിന് അപജയം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന താത്വിക ആചാര്യന്മാരുടെ അഭാവം കൊണ്ടാണ്. എന്നാൽ യെച്ചൂരിയെ പോലുള്ള ആളുകൾ നമുക്ക് തന്നേക്കുന്ന വലിയ ഒരു നിദർശനമുണ്ട്, ഒരു കണ്ണുണ്ട്. ഒരു കണ്ണ് നമ്മുടെ മുന്നേ നടന്നവൻ്റെ കണ്ണിൻ്റെ കാഴ്ചകളാണല്ലോ നമ്മളെ പിന്നെ നടക്കുന്നവരെ പ്രേരിപ്പിക്കുന്നത്. വെളിച്ചം നൽകിക്കൊണ്ട് പോകുന്നവൻ്റെ പിന്നാലെയല്ലേ മനുഷ്യർ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ഒരു മാസമായിട്ട് ന്യൂമോണിയ ബാധിച്ച് എയിംസിലായിരുന്നു ചികിത്സ. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഒരു പക്ഷേ കാലം അദ്ദേഹത്തിന് അനുവദിച്ച കാലഘട്ടം 72 വയസ്സായിരിക്കാം. അപ്പോൾ 2004 ഇന്ന് ഓണത്തോടടുത്ത് വരുന്ന നമ്മൾ കേരളക്കാരെ സംബന്ധിച്ച് ഓണത്തോടടുത്ത് വരുന്ന 12/9/2004 അദ്ദേഹം ഈഗലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ ഒരുപിടി ഓർമ്മകൾ എല്ലാവരിലും ശേഷിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയാൻ കാരണവും എടുത്തു പറയാൻ കാരണവും ചൊരതുടിക്കും ചെറുകൈകളെ പേറുക വന്നി പന്തങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പേർക്ക് ആദർശത്തിൻ്റെ, നന്മയുടെ, ശ്രേഷ്ഠതയുടെ, അതിലപ്പുറമായിട്ട് താത്വികമായി ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പങ്കുവച്ചിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ ജന്മത്തിലും അദ്ദേഹത്തിന് ബൈബിളിലെ മനോഹരമായൊരു വാക്കുണ്ട്, നിന്നെ പ്രസവിച്ച ഉദരത്തിനും നിനക്ക് മുലയൂട്ടിയ അമ്മയ്ക്ക് ആൾക്കും നിനക്ക് സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് പോലെ ഞാനും പറയണം, സീതാറാം യെച്ചൂരിക്ക് ജന്മം കൊടുത്ത ഭാരതത്തിന്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് സ്വാഭിമാനത്തോടെ ഒരു റെഡ് സല്യൂട്ടിൻ്റെ ബിഗ് സല്യൂട്ട്. ഇത് ഭാരതത്തിൻ്റെ സല്യൂട്ടാണ്, റെഡ് സല്യൂട്ട് മാത്രമല്ല. എന്നാൽ ആ റെഡ് സല്യൂട്ടിൽ ഉറച്ചു നിൽക്കാൻ പഠിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എന്നും ഞങ്ങൾ നിങ്ങളെ മാനിക്കുന്നുണ്ട്. സ്നേഹത്തോടെ, നന്മയോടെ, ജോൺസൺ കരൂർ.